പ്രത്യേക 40 ദിവസത്തെ പ്രാർത്ഥനയിൽ 9ാമത്തെ പകൽക്കാലം ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ക്ഷണിച്ച ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ റോയി ബേബിയെ, തന്റെ സഭയെയും ഈ കൂട്ടായ്മയെയും ഈ പ്രാർത്ഥന കുടുംബത്തെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. പ്രത്യേക എന്നെ ഈ ശുശ്രൂഷയിലേക്ക് പരിചയപ്പെടുത്തിയ എൻ്റെ ഒരു ആത്മീയ മകളാണ് എക്സമോളെ ഈ സമയത്ത് ഞാൻ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. സ്വർഗീയ കരം കൂടെ ഇരിക്കുമാറാകട്ടെ. പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ 9ാമത്തെ പകലിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഈ സൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ ദാസിമാർ എല്ലാവർക്കും വളരെയധികം സ്തോത്രത്തോടെ ഞാൻ നന്ദി കരയറ്റുകയാണ്. ഞാനും ഏകദേശം 11:30 ബന്ധത്തിൽ സമയത്ത് ഞാനും ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുവാൻ ഇടയായി തീർന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞാനും ശ്രദ്ധിക്കുവാൻ ഇടയായി. ഞാനും കൂടെ പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നെയും സഹായിച്ചു. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ദൈവത്തോട് സംസാരിച്ച ഈ കൂട്ടായ്മയിൽ ഇന്ന് പകൽക്കാലം കൈമാറ്റം ചെയ്യുവാൻ ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം എൻ്റെ കരത്തിൽ തന്ന പല വചനങ്ങളിലൂടെയും ബഹുമാന്യ ദൈവദാസൻ കയറുവാൻ ഇടയായി തീർന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു സാന്നിധ്യം, വലിയൊരു ഇടപെടൽ, വലിയൊരു എൻകൗണ്ടറിങ് ഇതിനകത്ത് നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. എത്ര പേർ വിശ്വാസത്തോടെ ഇത് ഏറ്റെടുക്കുന്നു, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ഹല്ലേലൂയ വിശ്വസ്തതയുടെ വിശ്വാസത്തിന്റെ അളവറ്റ വലിപ്പം. ആമേൻ. 9ാം ദിവസം പ്രാർത്ഥനയിൽ, പ്രാർത്ഥന എന്ന് പറയുന്ന പോരാട്ടം, പ്രാർത്ഥന എന്ന് പറയുന്ന യുദ്ധം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യുദ്ധത്തിനകത്ത് കയറി യുദ്ധത്തിനായി ഒരുങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, തിരുവെഴുത്തിങ്ങനെ പറയുന്നു, ഞാൻ യുദ്ധത്തിനായി നിന്റെ കൈകളെയും പോരിനായി നിന്റെ വിരലുകളെയും ഞാൻ അഭ്യസിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ വളരെയധികം പ്രാർത്ഥനയുടെ ആഴങ്ങളെയും പ്രാർത്ഥനയിലൂടെ നടന്ന വിടുതലുകളെയും പ്രാർത്ഥനയുടെ മറുപടികളെയും വളരെയധികം വിശ്വസിക്കുന്ന ഒരു വിശ്വാസ ജീവിതത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് അതുകൊണ്ട് പറയുവാൻ കഴിയും, പ്രാർത്ഥനയാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല. പ്രാർത്ഥനയാൽ ഹല്ലേലൂയ, പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചാൽ ചിലത് സംഭവിക്കും. ഈ 9ാം ദിവസം പ്രാർത്ഥനയിൽ ഇരിക്കുന്ന ദൈവ പൈതലെ, ചില കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം വിളിച്ചു പറയുന്നു. നിന്റെ പ്രാർത്ഥനയുടെ മധ്യേ ചിലത് സംഭവിക്കാൻ പോവുകയാണ്. നിന്റെ പ്രാർത്ഥനയുടെ മണ്ഡലത്തിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുവാൻ പോവുകയാണ്. പ്രാർത്ഥനയിൽ ചില ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോവുകയാണ്. പ്രാർത്ഥിക്കാൻ മുഴങ്കാലും അടക്കിയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പ്രാർത്ഥനയുടെ തലം, പ്രാർത്ഥനയും ഭൂമിയും നമ്മുടെ മുഴങ്കാലുമായുള്ള ബന്ധം അടുക്കും തോറും സാത്താന്റെ പദ്ധതികൾ തകരുകയാണ്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. എന്റെ പേര് സിസ്റ്റർ അനിത സണ്ണി എന്നാണ്. ഞാൻ താമസിക്കുന്നത് പെരുമ്പാവൂര്. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സഭയുണ്ട്, അത് കോതമംഗലം വടാട്ടുപാറയിലാണ്. അവിടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഫോറസ്റ്റിനുള്ളിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ വൻ കൃപയാൽ 1 വർഷമായി ഞങ്ങളുടെ ചർച്ചിന്റെ 1ാം വർഷത്തെ ആനിവേഴ്സറി ജൂൺ 15-നായിരുന്നു. ദൈവത്തിന്റെ അത്യത്ഭുതകരമായ പ്രവർത്തികൾ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവസഭയാണ്. ഹല്ലേലൂയ. പലർക്കും അത്ഭുതം കൂറുന്ന രീതിയിൽ, പലർക്കും അതിശയം തോന്നുന്ന രീതിയിൽ, പലർക്കും അസൂയ തോന്നുന്ന രീതിയിൽ ദൈവം ചില പ്രവർത്തികൾ പ്രാർത്ഥിക്കുന്ന സാധുക്കളായ ഒരു പറ്റം ദൈവമക്കളിലൂടെ ദൈവം വടാട്ടുപാറ മിഷൻ 316 ന്യൂ പെട്ര ചർച്ചിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആമേൻ. അതിന്റെ മുൻനിരയിൽ ദൈവം എന്നെ നിർത്തിക്കൊണ്ട്, അതിന്റെ ശുശ്രൂഷകനായി ദൈവദാസനായിരിക്കുന്ന എൻ്റെ കുഞ്ഞിനെ നിർത്തിക്കൊണ്ട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് ചേർന്ന് ആർക്കും വേണ്ടാതെ കിടക്കുന്ന തിരുവെഴുത്തുകളിൽ ദാവീദിനോട്
കൂടെ ഉണ്ടായിരുന്നവർ, ഒന്ന് സന്തുഷ്ടിയില്ലാത്തവർ. ഈ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ 9-ാം ദിവസം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളോട് പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്നവർ ആരെന്നറിയാമോ? സന്തുഷ്ടിയില്ലാത്തവർ. അടുത്തത് ദൈവത്തെ അന്വേഷിക്കുന്നവർ മുടന്തർ, ചെകിടർ, കുരുടർ, ആർക്കും വേണ്ടാത്തവർ, സമാധാനമില്ലാത്തവർ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു പറ്റം ജനത്തിന്റെ ഹല്ലേലൂയ നേതൃത്വം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും ഉപയോഗിക്കുന്നു. ഞാൻ ആകയാൽ ഇന്ന് പകലിൽ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന ദൈവമക്കളെ ഒരു കാര്യം വേഗത്തിൽ പറഞ്ഞ് എനിക്ക് തന്നിരിക്കുന്ന സമയത്തിനകത്ത് നിങ്ങളോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. അതിനാധാരമായി ബഹുമാന്യ ദൈവദാസൻ ഹല്ലേലൂയ ശുശ്രൂഷയിലും ഇൻട്രഡക്ഷൻ പറയുമ്പോഴും പറഞ്ഞുപോയ തിരുവെഴുത്താണ് എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29-ാം വചനത്തിൽ കൂടെ നമുക്ക് കയറിയിറങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബുദ്ധിമുട്ടില്ലാത്തവർ, സ്നേഹത്തോടെ ശുശ്രൂഷയിൽ സഹകരിക്കാൻ മനസ്സുള്ളവർ നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷിക്കാൻ കേട്ടോ. വചനം ഒന്ന് വായിച്ചാട്ടെ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. വായിച്ചോളൂ. ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ആമേൻ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയം തമ്പുരാന്റെ പാദപീഠത്തെങ്കിൽ ഈ 9-ാം ദിവസം പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവത്തിന്റെ പാദപീഠത്തെങ്കിൽ ഇരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ, പല ജില്ലകളിൽ, പല ഗ്രാമങ്ങളിൽ, പല മേഖലകളിൽ കർത്താവെ ഈ വചനം കേൾക്കുന്നവരുണ്ടല്ലോ, അവരെ എല്ലാം അവരവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ ലുദിയായുടെ ഹൃദയം തുറന്ന പോലെ അവരുടെ ഹൃദയം തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ക്ഷീണിച്ചിരിക്കുന്ന ജീവിതങ്ങൾക്ക് ശക്തി നൽകണമേ, ബലമില്ലാത്തവർക്ക് ബലം കൊടുക്കണമേ. ഹല്ലേലൂയ. അനേക യൗവനക്കാർ ഇടറി വീഴുന്ന ഈ കാലഘട്ടത്തിൽ ഇടറി വീഴുന്നവരെ ബലത്തോടെ എഴുന്നേൽപ്പിക്കണമേ. ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. അവർ കഴുകന്മാരെ പോലെ ശക്തിയുള്ളവരായി തീരുവാൻ, ചിറകടിച്ചു പറന്നുയരുവാൻ ദൈവരെ സഹായിക്കണം. ശുശ്രൂഷയ്ക്കായി ദൈവം എന്നെ ഒരുക്കണം. എൻ്റെ നാവിനെ സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകൾ പോലെ ഉപയോഗിക്കണം. എന്നിൽ നിന്നൊന്നും വേണ്ട കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ കീഴിൽ എന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. എൻ്റെ മുൻപിൽ ദൈവസ്ഥൽ ഇരിക്കുന്ന ഓരോ ദൈവ പൈതങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വായിച്ച വചനം ഇതാണല്ലോ, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, മാത്രമല്ല ബലമില്ലാത്തവന് ബലം നൽകുന്നു. ഈ 9-ാം ദിവസവും 9 ദിവസം മാത്രം പ്രാർത്ഥിച്ചവരല്ല അല്ലേ നമ്മുടെ ഈ മീറ്റിംഗിൽ കയറിയിരിക്കുന്നത്. വർഷങ്ങളായി പ്രാർത്ഥിച്ച് ശക്തി നഷ്ടപ്പെട്ട് ക്ഷീണിച്ച്, കാരണമുണ്ട്, മറുപടി ലഭിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുന്നില്ല. മറുപടി ലഭിക്കാതെ പ്രാർത്ഥനയുടെ തലത്തിൽ ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന ദൈവ പൈതലെ, നിന്നോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ക്ഷീണിച്ചിരിക്കുന്ന നിന്റെ അടുക്കൽ ശക്തി നൽകുന്ന ഒരു ദൈവം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ക്ഷീണിച്ചിരിക്കുന്നവന് അവൻ ശക്തി നൽകുന്നു, മാത്രമല്ല ബലമില്ലാത്തവന് ദൈവം ബലം നൽകുന്നു. ഹല്ലേലൂയ. 27-ാം സങ്കീർത്തനത്തിൽ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, യഹോവ എന്റെ ജീവന്റെ ബലം. പ്രൈസ് ദി ലോർഡ്. ജീവനെതിരെ പലതരത്തിലുള്ള രോഗങ്ങൾ. ഇപ്പോൾ ഞാൻ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ ചർച്ചിലെ ഒരു കുടുംബം, അതിലെ ഒരു സഹോദരൻ, നിങ്ങളോട് ഞാൻ പ്രാർത്ഥനയിൽ ഈ സമയം ഇപ്പോൾ ഈ മീറ്റിംഗ് ഞാൻ ജോയിൻ ചെയ്യുന്നതിന്, ഞാൻ ഇതിലേക്ക് കയറുന്നതിന് ഒരു 4 മിനിറ്റ് മുമ്പ് ചർച്ചിൽ കൂടി വരുന്ന ഒരു സഹോദരൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നെഞ്ചുവേദനയായിട്ട് ചെന്നു. അദ്ദേഹത്തെ അവിടെ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വചനം പറയുമ്പോൾ. അദ്ദേഹത്തിന്റെ പേര് പാപ്പച്ചൻ എന്നാണ്. ഹല്ലേലൂയ. അദ്ദേഹത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ അനേക രോഗങ്ങൾ നമ്മളെ ഇട്ട്, രോഗങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിനകത്തിട്ട്, കടബാധിതകൾ നമ്മുടെ ജീവിതത്തിനകത്തിടുമ്പോൾ നമ്മുടെ ബലം നഷ്ടപ്പെടും. ഹല്ലേലൂയ.
ജീവിതത്തിനെതിരെ ദുർവർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ബലം നഷ്ടപ്പെടും, ശക്തി നഷ്ടപ്പെടും. ഏറ്റവും അധികം നമ്മുടെ ബലം നഷ്ടപ്പെടുന്ന ഒരു സമയമാണ് രോഗം വരുമ്പോഴല്ല, കടബാധിത വരുമ്പോഴല്ല, നമ്മുടെ വീട്ടിലൊരു മരണം നടക്കുമ്പോഴല്ല. അതിനൊക്കെ നമുക്ക് പ്രത്യാശയുണ്ട്. എന്നാൽ ദുർവർത്തമാനം നിമിത്തം പലപ്പോഴും നമ്മുടെ ബലം നഷ്ടപ്പെട്ട് ഹല്ലേലൂയ വഴിയൊന്നും കാണാൻ കഴിയാതെ ദുർവർത്തമാനം കേട്ട് ക്ഷീണിച്ചിരിക്കുന്ന, പകച്ചിരിക്കുന്ന എത്ര പേര് ഈ സൂമിനകത്ത് ഇന്ന് പകൽക്കാലം കയറിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർ നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറ, ദുർവർത്തമാനം പറയുന്ന പിശാചേ, ദുർവർത്തമാനം അഴിച്ചുവിടുന്ന ദുഷ്ടശക്തിയെ, നിന്റെ പ്രാർത്ഥനയ്ക്കെതിരെ ദുർവർത്തമാനം പറയുമ്പോൾ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ ദുർവർത്തമാനം പറയുമ്പോൾ, നിന്റെ വാഗ്ദത്തങ്ങൾക്കെതിരെ ദുർവർത്തമാനം പറയുമ്പോൾ, ഇന്ന് പകൽക്കാലം പരിശുദ്ധമോ പറയുന്നു, ഈ വാക്കുകളെല്ലാം കേട്ട് നീ ക്ഷീണിച്ചിരിക്കുകയായിരിക്കാം. ഒരു പക്ഷേ ചില രോഗങ്ങളുടെ നടുവിൽ നീ തളർന്നിരിക്കുകയായിരിക്കാം. ഒരു പക്ഷേ എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവദാസനായിരിക്കുന്ന ശമുവൽ ജോർജിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ക്ഷീണിച്ചിരിക്കുന്ന ദൈവദാസനെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വലിയ ദൈവപ്രവൃത്തി ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുവാൻ പോവുകയാണ്. സ്തോത്രം ചെയ്യുകയാണ്. ബലമില്ലാതെ, ദാവീദ് ബലമില്ലാതാകുവോളം കരഞ്ഞു. ഹല്ലേലൂയ. ബലമില്ലാതാകുവോളം ശത്രു നമ്മളെ കരയിക്കുന്ന വിഷയങ്ങൾ നമ്മളുടെ മുൻപിൽ കൊണ്ടിടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുകയാണ്, ഒരു കഴുകനെ പോലെ ചിറകു വിരിച്ചു പറക്കത്തക്ക നിലവാരത്തിൽ കഴുകന്റെ ചിറകുകൾക്ക് ശക്തിയുള്ളതുപോലെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ 9ാമത്തെ ദിവസം നീ ദൈവത്തെ കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, യൗവനക്കാർ ഇടറി വീഴും. ഹല്ലേലൂയ. എന്നാൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും ഇടറി വീഴാതെ വണ്ണം, ക്ഷീണിച്ച് തളർന്നു പോകാതെ വണ്ണം അനേകം ബാല്യക്കാർ ക്ഷീണിച്ചു പോകും. എന്നാൽ അവരൊക്കെ ക്ഷീണിച്ച് തളർന്നു പോകുമ്പോൾ ദൈവത്തിന്റെ പൈതലെ ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മ പറയുന്നു, പാസ്റ്റർ റോയിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, അനേക പ്രതിസന്ധികളെ, അനേക ദുർഘടങ്ങളെ, അനേക ദുർവർത്തമാനങ്ങളെ ഒരു പക്ഷേ നിങ്ങൾ അതിനകത്തുകൂടി കയറി ഇറങ്ങേണ്ടി വരും. തീർച്ചയായും അനേക ഹല്ലേലൂയ ഫള്ള് നിങ്ങൾ കേൾക്കേണ്ടി വരും. ഈ മീറ്റിംഗിൽ സ്ഥിരമായി ജോയിൻ ചെയ്യുന്നവർ പല രീതിയിലുള്ള പരിശോധനകളിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇടപെടുവാൻ ഇടയായി തീർന്നു. എങ്കിലും നിങ്ങളുടെ ശക്തി നശിച്ചു പോകുന്നത് പോലെ, നിങ്ങളുടെ ബലം നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ ശത്രു നിങ്ങൾക്കെതിരെ ഒരുക്കുന്ന ചില എഴുതിയിരിക്കുന്ന രേഖകൾ നിങ്ങളുടെ മുൻപിൽ കടന്നു വരുമ്പോൾ, ദാനിയേലിനെ പോലെ പ്രാർത്ഥനാ മുറിയിൽ കയറി ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയിൽ അവൻ ചെയ്തു പോന്നത് പോലെ ദിവസവും 3 നേരം തന്റെ ഹല്ലേലൂയ ഭവനത്തിൽ ചെന്ന്, തന്റെ മാളിക മുറിയുടെ അകത്തു ചെന്ന് താൻ ചെയ്തു വരുന്നത് പോലെ തന്റെ കിളിവാതിലുകൾ യെരൂശലേമിന് നേരെ തുറന്നിട്ടു. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയുടെ ചില വാതിലുകൾ അടങ്ങിയിരിക്കുന്നതിന് തുറക്കുവാൻ ദൈവത്തിന് പരിശുദ്ധാത്മ ബുദ്ധി ഉപദേശിക്കുകയാ. രാജുവിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, പ്രാർത്ഥനയുടെ ചില വാതിലുകൾ ഈ ദിവസങ്ങളൊന്ന് തുറക്കട്ടെ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയുടെ ചില വാതിലുകൾ ദിവസങ്ങളിൽ തുറന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ബലമില്ലാതെ പോയ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇതിനകത്തുനിന്ന് എങ്ങനെ പുറത്തു വരുമെന്ന് വിചാരിച്ച് ഭാരപ്പെട്ട് മനസ്സ് തളർന്നിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിടുതൽ തന്ന് മാനിക്കുവാൻ അവൻ ശക്തനായ ദൈവമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവർ കഴുകന്മാരെ പോലെ, യഹോവയെ കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. ഒരു പക്ഷിക്ക് പറക്കണമെങ്കിൽ 2 ചിറക് വേണം, അല്ലേ? പറന്നുയരണമെങ്കിൽ 2 ചിറക് വേണം. അപ്പോൾ ഈ 2 ചിറകില്ലെങ്കിൽ നമുക്ക് പറന്നുയരാൻ പറ്റില്ല. പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും ചിറക്. പലർക്കും പ്രാർത്ഥനയുണ്ട്, പക്ഷെ വിശ്വാസത്തിന്റെ ചിറക് പലപ്പോഴും തളർന്നു പോകും. കാരണം പ്രാർത്ഥിച്ചൊന്ന് ബലപ്പെട്ട് കഴിയുമ്പോഴേക്കും വിശ്വാസത്തിന്റെ ആഴം
താഴേക്ക് പോകും. അത് ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചിലപ്പോൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് തന്നെ ആയിരിക്കാം നമ്മളോട് ചോദിക്കുന്നത്, നീ പ്രാർത്ഥിച്ചിട്ട് എന്തിനാ ഇത്രയും പ്രാർത്ഥിക്കുന്നേ? ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? പ്രാർത്ഥിക്കുന്ന നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അല്ല എന്നൊക്കെ നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ വരുന്നത് എന്തിനെന്നറിയാമോ? നമ്മുടെ വിശ്വാസത്തെ ഹല്ലേലൂയ നിവർത്തി നിർത്തേണ്ടതിനാണ്. നമ്മുടെ വിശ്വാസത്തെ ബലത്തോടെ നിർത്തേണ്ടതിനാണ്. അത് വിശ്വാസത്തിന്റെ ഒരു പരിശോധന മാത്രമാണ്. ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ, പ്രതിസന്ധികളുടെ മുൻപിൽ നീ കാത്തിരിക്കേണ്ടത് യഹോവയാണ്. നിനക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് ജീവിതത്തിൽ വന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവം പറയാം. ഞങ്ങൾ വടാട്ടുപാറ ഹല്ലേലൂയ ഫോറസ്റ്റിനുള്ളിൽ കർത്താവ് എന്നോട് പറഞ്ഞു, സ്തോത്രം, 1 ദിനവൃത്താന്തം 28-ാം 10-ാം വചനത്തിൽ നിന്നുകൊണ്ട് ദൈവം എന്നോട് പറഞ്ഞു, സൂക്ഷിച്ചു കൊള്ളുക, വിശുദ്ധ മന്ദിരമായിരിക്കുന്ന ഒരു ആലയം പണിയുവാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സാറായി ചിരിച്ചു, പക്ഷെ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ദൈവമേ, ഒന്ന്, ഒരു വിധവയായിരിക്കുന്ന ഞാൻ, 2, സ്തോത്രം ഹല്ലേലൂയ, ജീവിതത്തിൽ ശുശ്രൂഷ കൊണ്ട് മാത്രം ഒരു സുവിശേഷകൻ എങ്ങനെ ജീവിക്കണമെന്ന് തിരുവെഴുത്ത് പറയുന്നു. അതുപോലെ മാത്രം സുവിശേഷം കൊണ്ട് ഹല്ലേലൂയ മുന്നോട്ട് പോകുന്ന എന്റെ ജീവിതത്തിൽ ഒരു സഭ എങ്ങനെ പണിയും? എന്റെ ഭർത്താവായിരിക്കുന്ന ദൈവപുരുഷൻ ഉള്ള കാലത്ത് സഭകൾ പണിതിട്ടുണ്ട്, ദൈവമക്കളുമായി ആരാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ദൂത് ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ വിധവയാണ്. ഹല്ലേലൂയ, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നു. വർഷങ്ങളായി, ഞാൻ ഏകദേശം 34 വർഷത്തോളമായി വാടകയ്ക്കാണ് താമസിക്കുന്നത്. 2 പെൺകുട്ടികളുണ്ട്, അവരെ വിവാഹം കഴിച്ചയച്ചു. സ്തോത്രം. എന്റെ ഇളയമ്മയുടെ മകനാണ് എന്നോട് കൂടെ ശുശ്രൂഷ ചെയ്യുന്നത്, സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നത്, സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഞാൻ ഈ 2 പെൺകുഞ്ഞുങ്ങൾ ഉള്ള ഞാൻ അവരെ വിവാഹം കഴിച്ചയച്ചു. അവര് എറണാകുളത്ത് താമസിക്കുന്നു. ഞാൻ എങ്ങനെ ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകും? ദൈവം എന്നോട് സംസാരിക്കുന്ന ഈ വിഷയം എന്നെ കൊണ്ട് ചെയ്യുവാൻ പറ്റുമോ? എന്നാൽ എന്നോട് കൂടെ നിൽക്കുന്ന സാധുക്കളിൽ സാധുക്കളായ ചില മിറക്കിൾ നടന്ന ആ ഭവനത്തിനകത്ത്, സ്തോത്രം ഹല്ലേലൂയ, മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമയായ ഒരു 21 വയസ്സുകാരന്റെ ജീവിതത്തിൽ ഊളംപാറയിൽ നിന്ന് പോലും സൗഖ്യം കിട്ടാതെ അവനെ പിടിച്ചുകെട്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന എന്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ദീർഘ ദിവസം ഈ മോന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ഉപവസിച്ചു പ്രാർത്ഥിച്ചപ്പോൾ, ഏബൽ മാർട്ടിൻ എന്ന് പറയുന്ന ദൈവ പൈതല്, അവനെ പൂർണ്ണമായി ദൈവം സൗഖ്യമാക്കി. അവനെ ആ ദേശത്ത്, ആ ഫോറസ്റ്റ് ഏരിയയിൽ അവനൊരു സാക്ഷ്യമായി തീർന്നു. ആ കുടുംബം അവർ സ്നാനപ്പെട്ടു. അവരോട് ചേർന്ന് ചില കുടുംബങ്ങൾ സ്നാനപ്പെട്ടു. അങ്ങനെ ആ ദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടായ്മയായിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇരുന്ന് ആരാധിക്കുവാൻ, ഒരാലയം പണിയുവാൻ ദൈവം എന്നോട് പറഞ്ഞു. നനഞ്ഞു ചോർന്നൊലിച്ചിരിക്കുന്ന ഒരു ഷെഡിനകത്ത് സഭാരാധന കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പെരുമ്പാവൂരിൽ നിന്നും ഹല്ലേലൂയ ചില കിലോമീറ്ററുകൾ വണ്ടി ഓടിച്ച് മഴ നനഞ്ഞ് ചെന്ന് അവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ കൊണ്ട് ഒരു ആലയം പണിയിപ്പിക്കും, നീ സൂക്ഷിച്ചുകൊള്ളുക. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഒരു സ്ത്രീ ആയിരിക്കുന്ന എന്നെ കൊണ്ട് ഒരു ആലയം എങ്ങനെ ദൈവം പണിയിപ്പിക്കും? എന്റെ തോന്നലായിരിക്കും. പക്ഷെ ദൈവമുണ്ടല്ലോ, വാക്കു പറഞ്ഞാൽ, വാഗ്ദത്തം ചെയ്താൽ അത് മാറിപ്പോകുന്ന ദൈവമല്ല, വാക്കു മാറ്റി പറയുന്ന ദൈവമല്ല. വാക്കു പറഞ്ഞത് ദൈവമാണെങ്കിൽ, ദൂത് പറഞ്ഞത് ദൈവമാണെങ്കിൽ, സാറായിയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവാവസ്ഥയുടെ ആഴം വർദ്ധിച്ചാലും അബ്രഹാമിന്റെ പുരുഷത്വത്തിന്റെ ശക്തി നിർജീവമായി പോയാലും വാക്കു പറഞ്ഞ ദൈവം, അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ലാതെ ദൈവത്തിന്റെ വാഗ്ദത്തം സംഭവിപ്പിക്കുക തന്നെ ചെയ്യും. ആമേൻ. ദൈവമക്കളെ, വേഗത്തിൽ എനിക്ക് തന്ന സമയം അതിനുള്ളിൽ ഇത് പറഞ്ഞു തീർക്കണമല്ലോ. വിശ്വാസത്തിന്റെ 2 ചിറക്. സ്തോത്രം ഹല്ലേലൂയ. സൗഖ്യം ലഭിച്ച കുടുംബം, ഈ മകന് സൗഖ്യം. മോൻ ആലുവ ഡൂലോസ് ബൈബിൾ കോളേജിൽ 2ാം വർഷം BTH പഠിക്കുക. സ്തോത്രം. അവന്റെ അപ്പനും അമ്മയും ആ കുഞ്ഞിന് ദൈവം നൽകിയ വിടുതല് ഏറ്റെടുത്ത് വിശ്വസിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ
അവർക്ക് ദൈവത്തിന് കൊടുക്കുവാൻ ഒന്നുമില്ല. അവര് എൻ്റെ അടുത്ത് പറഞ്ഞു, ആന്റിയമ്മേ, ഞങ്ങളുടെ 25 സെന്റ് സ്ഥലം ആന്റിയമ്മയ്ക്ക് താമസിക്കുവാൻ എഴുതി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും വേണ്ട, എനിക്ക് ദൈവം അപ്പോസ്തലനായ പൗലോസ് വാടക വീടുകളിൽ താമസിച്ചുകൊണ്ട് കൂടാരപ്പണി ചെയ്തുകൊണ്ട് സുവിശേഷ വേല ചെയ്തതുപോലെ ഒരു പക്ഷേ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ അതായിരിക്കും. മാത്രമല്ല, ഈ ഫോറസ്റ്റിനുള്ളിൽ, ഈ കൊടുങ്കാട്ടിനുള്ളിൽ എനിക്ക് അവിടെ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ആരോഗ്യം അതിന് സുരക്ഷിതമല്ല. കാരണം ക്യാൻസർ വന്ന് 45 മിനിറ്റ് മരിച്ച് ഏകദേശം 33 വർഷത്തോളമായി ആ രോഗസൗഖ്യം എന്ന കൃപയുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് അവിടുത്തെ തണുപ്പോ കാലാവസ്ഥയൊന്നും എന്റെ ബോഡിക്ക് ശരിയായ നിലവാരത്തിൽ പറ്റത്തില്ല. ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? മറിയ ദൈവത്തോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാനും അങ്ങനെ തന്നെ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? പക്ഷേ എന്റെ കൂടെയുള്ള ആ ദൈവമക്കൾ പറഞ്ഞു, ആന്റിയമ്മ ഇവിടെ വീട് പണിത് ഇവിടെ പാർക്കണം. ആ വിഷയം ദൈവസ്ഥലിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഇല്ല, ഇത് നിനക്ക് വീട് പണിയുവാനല്ല, ഇത് എന്റെ ജനത്തിന് ആരാധിക്കാൻ പ്രാർത്ഥനാലയം പണിയുവാൻ. ദൈവമക്കളെ, ഞാൻ ചിന്തിച്ചു ഇതെങ്ങനെ സംഭവിക്കും? എന്നാൽ ഹല്ലേലൂയ, തിരുവെഴുത്ത് സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ മറിയയോട് ദൂതൻ പറയുന്ന ഒരു പദമുണ്ടല്ലോ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമല്ലോ? വേഗത്തിലായിക്കോട്ടെ, സമയം പോയിക്കൊണ്ടിരിക്കുന്നു. മറിയ ദൂതനോട് അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത് അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വചനത്തിനകത്തു നിന്ന് ദൂത് ഇപ്പോൾ ദൈവവചനം, ഹല്ലേലൂയ, ദൈവവചനം വായിച്ച് സപ്പോർട്ട് ചെയ്ത് ആ സഹോദരിയോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, നീ ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ ചിലത് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി, ദൈവാത്മാവ് പറയുകയാണ്, അത്യുന്നതന്റെ ശക്തി നിന്റെ നട്ടെല്ലിന്റെ മേൽ വെളിപ്പെടുകയാണ്. ഈ സമയം നിന്റെ എല്ലുകളിൽ ചില വേദനയിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, അസ്ഥി സംബന്ധമായി ചില എല്ലുകളിൽ, അസ്ഥികൾക്ക് ചില വേദനയിട്ട് ഭാരപ്പെടുന്ന സഹോദരിയാണ് ഇപ്പോൾ ഈ വചനം വായിച്ചതെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിങ്ങൾ ഭാരപ്പെട്ട് ദൈവത്തോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആ ചോദ്യത്തിന്റെ നടുവിൽ ഇന്ന് പകലിൽ ദൈവാത്മാവ് പറയുക, ഈ മീറ്റിംഗിൽ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുന്നതിന് മുന്നമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കുടുംബത്തിനകത്ത് നിന്ന് വാദിക്കുന്ന ചില അത്യന്ത ഇരുട്ടിന്റെ ചില ശക്തികൾ മാറിയിട്ട്, ഇരുള് മാറിയിട്ട് അത്യന്ത ശക്തി ഭവനത്തിലെ തലമുറകളുടെ മേൽ, ആത്മമണ്ഡലത്തിന് മേൽ ശത്രു പിടിച്ചു കെട്ടിയിരിക്കുന്ന ചില പോരുകളെ അഴിച്ചു മാറ്റി വിടുവിപ്പാൻ ദൈവം ശക്തനത്രേ. ഇവിടെ പറയുകയാണ്, മറിയ ദൂതനോട് ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ പറയുകയാണ്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. എന്നോടും പരിശുദ്ധാത്മാവ് പറഞ്ഞു, ശക്തിയില്ലാതെ നീ ഭാരപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അങ്ങനെ എൻ്റെ ഇളയമ്മയുടെ മകനായിരിക്കുന്ന ദേവദാസൻ സനീഷ് അദ്ദേഹത്തിന്റെ ഭവനത്തിനു വേണ്ടി മാറ്റിവെച്ചിരുന്ന ഒരു 50,000 രൂപ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, അമ്മ, നമുക്ക് ഇതുകൊണ്ട് ഈ നനഞ്ഞു ചോർന്നിരിക്കുന്ന ഈ ഷെഡിന്റെ സ്ഥിതി ഒന്ന് മാറ്റിയെടുക്കാം, നമുക്ക് എല്ലാവർക്കും കൂടെ കൂടിയിരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. അപ്പോൾ ആ സമയത്ത് 5-8 കുടുംബങ്ങൾ സ്നാനപ്പെട്ട് ഞങ്ങളോട് ചേർന്ന് നിൽക്കുകയാണ്. എവിടെ ഇരുന്ന് ആരാധിക്കണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഈ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ 25 സെന്റ് സ്ഥലത്തിനകത്ത് ഒരു ചീഞ്ഞൊലിക്കുന്ന ഒരു നനഞ്ഞൊലിക്കുന്ന ഒരു ഷെഡ് ഉണ്ടായിരുന്നു. ആ ഷെഡിനകത്താണ് ഏവൽ മാട്ടൻ എന്ന് പറഞ്ഞ കുട്ടിയെ മാനസിക വിഭ്രാന്തി നിമിത്തമാണ് കെട്ടിയിട്ടിരുന്ന റൂമാണത്. അതിനകത്താണ് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ അല്ലെങ്കിൽ ഈ എൻ്റെ ഇളയമ്മയുടെ മകൻ പറഞ്ഞ വാക്കനുസരിച്ച് ആ കുഞ്ഞിന്റെ കയ്യിൽ 50,000 രൂപ തന്ന് ഞങ്ങൾ അതിനെ പണിയുന്നതിനുള്ള എസ്റ്റിമേറ്റ് എടുത്തു. വേഗത്തിൽ ചുരുക്കത്തിൽ പറയട്ടെ, അല്ലെങ്കിൽ 17.5 ലക്ഷം രൂപയുടെ ഒരു ബിൽഡിംഗ് വിശ്വാസത്തോടു കൂടെ അവിടെ
പണിതുയർത്തി. ഇന്ന് ഏകദേശം 10-ലധികം കുടുംബങ്ങൾ അതിനകത്ത് ദൈവത്തെ ആരാധിക്കുന്നു. ഒരു വർഷം കൊണ്ട് 24 പേരവിടെ സ്നാനപ്പെട്ടു. അവിടെ ഈ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥന ഈ ജൂൺ 15-ന് ഞങ്ങളുടെ 1 വർഷത്തെ ഹല്ലേലൂയ ആനിവേഴ്സറി ആയിരുന്നു. ആ സമയത്ത് 13 വർഷം ഭ്രാന്തായിട്ട് മുറിക്കകത്ത്, ചെങ്ങലയിലല്ല കേട്ടോ, മുറിക്കകത്ത് അടച്ചുപൂട്ടി, വസ്ത്രമുടുക്കാതെ, ഭക്ഷണം കഴിക്കാതെ, ഉപദ്രവിക്കുന്ന മൈൻഡുള്ള, കുളിക്കാതെ, വസ്ത്രമെടുക്കാൻ കഴിയാതെ കിടക്കുന്ന ജെയിൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കുടുംബത്തെ, 30 വയസ്സുള്ള ഒരു കുട്ടിയുടെ കുടുംബത്തെ സ്വർഗത്തിലെ ദൈവം തൊട്ടു. എന്നാൽ ആ പ്രാർത്ഥനയുടെ മധ്യേ ഒരു ദിവസം ഞാൻ പറയട്ടെ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭിത്തിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാ. ഒരു പൈസ പോലും എടുക്കുവാൻ കയ്യിലില്ല. 9 പണിക്കാരും നിന്ന് പണിയുന്നു. ശനിയാഴ്ച അവർക്ക് പണിക്കൂലി കൊടുക്കണം. എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുകയാണ്. ഞങ്ങളുടെ ചർച്ചിൽ പ്രാർത്ഥിക്കുന്ന സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു അപ്പച്ചനുണ്ട്. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആന്റി അമ്മയുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന ദൈവം എന്നെ കാണിക്കുന്നു. ആന്റി അമ്മയും ദേവദാസനും ഭാരപ്പെടേണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചോ. ആ വിശ്വാസത്തോടെ ഞങ്ങൾ പെരുമ്പാവൂർ വെങ്ങോലയിലുള്ളതായിരിക്കുന്ന ATM ബാങ്കിന്റെ മുൻപിൽ ഞങ്ങൾ രാത്രി 1 മണി വരെയും പോയി വെയിറ്റ് ചെയ്യുക. വിശ്വാസത്തോടെ മോൻ എന്റെ നേരെ നോക്കും, ഞാൻ മോന്റെ നേരെ നോക്കും. ഒന്നും വരുന്നില്ല. എന്നാൽ ഹല്ലേലൂയ 1 മണിക്ക് മുമ്പ് ഞങ്ങൾക്ക് ആവശ്യമുള്ള 70,000 രൂപ പണിക്കൂലി, സിമെന്റിന്റെ പണം എല്ലാം കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം, ഒരു മനുഷ്യനും, എന്നോട് പലരും ചോദിക്കും, അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും എനിക്ക് വരുമാനമാണെന്ന് പലരും പറയുന്നുണ്ട്. ദൈവദാസന്മാര് പറയുന്നുണ്ട്, ദുർവർത്തമാനം പറഞ്ഞോട്ടേന്ന്, നമുക്കത് അനുഗ്രഹമാണ്. എന്നാൽ പ്രാർത്ഥനയുടെ തലത്തിൽ, ഉപവാസത്തിന്റെ മണ്ഡലത്തിൽ നിന്റെ ആവശ്യങ്ങളൊന്നും അത് വെറുതെ ആയി പോകത്തില്ല. നമ്മുടെ ആവശ്യങ്ങൾ ഈ 9-ാം ദിവസം ദൈവ പൈതലേ ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ വെക്കുന്ന വിഷയത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം ചില വാതിലുകൾ തുറന്ന് നമ്മെ അനുഗ്രഹിച്ചു വിടുവിപ്പാൻ അവൻ സർവശക്തനാണെന്ന് ഈ 9-ാം ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ്, മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് വന്നാൽ നുണ പറയത്തില്ല. പരിശുദ്ധാത്മാവ് വന്നാൽ വഴക്കുണ്ടാക്കത്തില്ല. പരിശുദ്ധാത്മാവ് വന്നാൽ യാതൊരു തരത്തിലും ഒരു മനുഷ്യനെ വിരോധമായിട്ട് നമ്മോട് ഇടപെടത്തില്ല. പലർക്കും അന്യഭാഷ പറയുന്നവരുടെ സംസാരങ്ങളിൽ, അന്യഭാഷ പറയുന്നവരുടെ ദൂതുകൾ, അന്യഭാഷ പറയുന്നവരുടെ പ്രവർത്തനങ്ങളെല്ലാം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ തോന്നി, ഇവര് തന്നെയാണോ ഇത്രയും മുമ്പ് അന്യഭാഷ പറഞ്ഞത്? ശരിയല്ലേ? ഈ സൂമിൽ കയറിയിരിക്കുന്ന ദൈവ പൈതലേ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് വിചിന്തനം ചെയ്യണമേ. ഇവിടെ പരിശുദ്ധാത്മാവ് വന്നാൽ, ഈ സഹോദരി ചോദിക്കുന്നുണ്ട്, ഈ ദൈവദാസി ചോദിക്കുന്നുണ്ട്, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, ഇതെങ്ങനെ സംഭവിക്കും? പുരുഷനെ ഞാൻ അറിഞ്ഞിട്ടില്ല, ഇതെങ്ങനെ സംഭവിക്കും? ഒരു സ്ത്രീ ഗർഭം ധരിക്കണമെങ്കിൽ അവൾ പുരുഷനെ അറിയണം, പുരുഷനോട് കൂടെ ജീവിക്കണം, അല്ലാതെ ഒരു സാധ്യതയുമില്ല. എന്നാൽ ആ അസാധ്യത നിൽക്കുമ്പോൾ വിശ്വാസത്തിന്റെ കുഴി കുഴിക്കുവാൻ, ഹല്ലേലൂയ, തിരുവെഴുത്തു രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ വിശ്വാസത്തിന്റെ കുഴി, പ്രാർത്ഥനയുടെ കുഴി, വിശ്വാസത്തോടെ നീ കുഴിച്ചാൽ അതിനകത്ത് നിന്ന് വെള്ളം പൊട്ടി പുറപ്പെടും. കാറ്റു കാണുകയില്ല, മഴ കാണുകയില്ല. ഈ താഴ്വര പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ 9-ാം ദിവസം ഇരിക്കുന്നവേ ദൈവ പൈതലേ, ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ കുഴിക്കുന്ന കുഴി കഴിഞ്ഞ കാലങ്ങളിൽ അപ്പൻ കുഴിച്ച കിണറുകളൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടിയില്ലേ? എന്നാൽ ഇന്ന് പകലിൽ ദൈവാത്മാവ് പറയുകയാണ്, ആ കുഴി ഒന്നുകൂടെ കുഴിക്കുവാൻ മനസ്സുണ്ടോ? ഒന്നുകൂടെ കുഴിച്ചാൽ അതിനകത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായി ഹല്ലേലൂയ, അന്നു രാവിലെ ഏദോമിൽ നിന്നും ഹല്ലേലൂയ വെള്ളം പൊട്ടി പുറപ്പെട്ടു. അവർക്ക് മാത്രമല്ല, അവരുടെ മൃഗങ്ങൾക്കും കന്നുകാലികൾക്കും കുടിക്കത്തക്കവണ്ണം വെള്ളം പൊട്ടി പുറപ്പെട്ടതുപോലെ
ദൈവത്തിന്റെ അത്യന്ത ശക്തി നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലേക്കൊന്ന് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് ബുദ്ധി ഉപദേശിക്കുകയാ. ഒന്ന് മടങ്ങി വാ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഉപവാസപ്പെടുത്തിയിരിക്കുന്ന ജനത്തോട് പറയുന്നു, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വീണുപോയ സ്ഥലത്ത് നിന്ന് നീ എഴുന്നേൽക്ക്. ഹല്ലേലൂയ. അന്യഭാഷയിൽ നിന്ന് ഹല്ലേലൂയ നിനക്ക് പ്രാപിക്കുവാൻ കഴിയാതെ അന്യഭാഷ പറഞ്ഞുകൊണ്ട് പറയുന്ന നുണകളും പറയുന്ന കുറ്റം പറച്ചിലുകളും പറയുന്നതായ അതും ഇതും എല്ലാം ഇന്ന് പകൽ അതിനോട് നീ ടാറ്റ പറ. എന്നിട്ട് പ്രാർത്ഥിക്കൂ. ദൈവം വിടുവിക്കും. നിങ്ങൾക്കറിയുമോ, 1 മണിയാകുന്നതിന് മുമ്പ് എന്റെ ഫോണിലേക്ക് ആ അപ്പച്ചൻ ദർശനം കണ്ട് പറഞ്ഞ പൈസ 2 പേരിലൂടെ വീണു. ആര് തരുമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. എന്നാൽ എന്റെ ജീവിതം വിശ്വാസത്തോടു കൂടെയാ. ഓരോ കാര്യങ്ങളും ഈ സൂമിൽ എന്നെ പരിചയമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും. അല്ല, എന്റെ ജീവിതത്തിൽ എന്റെ അക്സമോള്, നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്തുന്ന അക്സമോള്, ആ കുട്ടിക്കറിയാം ഞാൻ ഇന്നും വിശ്വാസത്തോടു കൂടെയാ ജീവിക്കുന്നത്. ഓരോ ദിവസവും നിങ്ങൾ ഓരോരുത്തരും വിശ്വാസത്തോടു കൂടെ ജീവിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്കൊന്നും വേണ്ടെന്നേ ഈ ഭൂമിയിൽ. നമുക്ക് കഴിക്കാൻ ഭക്ഷണവും ധരിക്കുവാൻ വസ്ത്രവും തലചായ്ക്കുവാൻ വാടക വീടാണെങ്കിലും മാന്യമായൊരു വീടുണ്ടെങ്കിൽ ഞാനും നിങ്ങളുമാണ് ഈ ലോകത്തിലെ സമ്പന്നര്. പ്രൈസ് ദി ലോർഡ്. അതിനേക്കാൾ അധികമായിട്ടൊന്നും ആഗ്രഹിക്കേണ്ട. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം ദൈവം കൊടുക്കുമെന്നേ. മക്കളുണ്ടെങ്കിൽ അവരുടെ വിവാഹം ദൈവം നടത്തുമെന്നേ. വാഹനം ഉണ്ടെങ്കിൽ അതിന് പെട്രോൾ ദൈവം അടിക്കാൻ വാഹനം തന്ന ദൈവം പെട്രോൾ തരുമെന്നേ. അല്ലേ, നീ നടന്നു മടുത്തെങ്കിൽ ദൈവം നിനക്ക് വാഹനം തരുമെന്നേ. ഹല്ലേലൂയ. നീ ക്ഷീണിച്ചു മടുത്തെങ്കിൽ നിനക്ക് ശക്തി നൽകുമെന്നേ. നിന്റെ ചിറകുകൾക്ക് ബലം ക്ഷയിച്ചു പോകുകയാണെങ്കിൽ ഈ പ്രാർത്ഥനയിൽ ഒന്ന് ഉപവസിക്കുവാൻ ഒന്ന് മനസ്സ് വെക്കുന്നേ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ ഹല്ലേലൂയ ആകയാൽ ഒരു വിശുദ്ധ പ്രജ ഉത്ഭവിക്കും. നമുക്കുണ്ടാകുന്നത് വിശുദ്ധ പ്രജയാകട്ടെ. നമ്മുടെ തലമുറകൾ വിശുദ്ധന്മാരായി ജനിക്കട്ടെ. നമ്മുടെ സഭകളിൽ വിശുദ്ധ ജനം ഉണ്ടാകട്ടെന്നേ. സഭയ്ക്കകത്ത് രൂപാന്തരം വരട്ടെന്നേ. അല്ലെ, സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ ആരാധന ഉണ്ടാകട്ടെന്നേ. അത്ഭുതങ്ങൾ നടക്കുമെന്നേ, അടയാളങ്ങൾ നടക്കുമെന്നേ, വീര്യപ്രവൃത്തികൾ നടക്കുമെന്നേ. ഇന്ന് നിന്നിരിക്കുന്ന സകല അത്ഭുതങ്ങളും അടയാളങ്ങളും സഭകളിൽ നടക്കണമെങ്കിൽ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, മടങ്ങി വരിക. ദൈവജനത്തോട് ദൈവം അത് തന്നെയാ പറയുന്നത്. ഇവിടെ പറയുകയാണ്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഒരു വിശുദ്ധ പ്രജ. 1 പത്രോസ് 2:9 പറയുന്നത്, നാമോ വിശുദ്ധ ജനവും രാജകീയ പുരോഹിത വർഗവുമാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ നമ്മൾ വിശുദ്ധന്മാരാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സംസാരങ്ങൾ വിശുദ്ധമായിരിക്കണം. നമ്മുടെ ഇടപാടുകൾ വിശുദ്ധമായിരിക്കണം. ഫോണിൽ കൂടിയുള്ള നമ്മുടെ സംസാരങ്ങൾ വിശുദ്ധമായിരിക്കണം. മറ്റുള്ളവരെ കുറിച്ച് നമ്മുടെ സംസാരങ്ങൾ വിശുദ്ധമായിരിക്കണം. നല്ലത് പറയണം. നല്ലവൻ ആരാന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൽ വ്യക്തമായി ഒരു വ്യക്തി, നല്ലതായിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മളൊക്കെ ചിന്തിക്കും നല്ല വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറയും, വീട് വെച്ച് കൊടുക്കുന്ന വ്യക്തിയാണ് നല്ലതെന്ന് പറയും. ഇതൊക്കെ പണമുണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാ. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. കണ്ടോ, നല്ല മനുഷ്യൻ ആരാണ്? സ്തോത്രം. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്തിനാലും നിറഞ്ഞ വ്യക്തിയാണ് നല്ല മനുഷ്യൻ. പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ വ്യക്തി ആരാണോ അതാണ് നല്ല മനുഷ്യൻ. ഹല്ലേലൂയ. പണമുണ്ടെങ്കിൽ നമുക്ക് പലരെയും സഹായിക്കാം. 2-3 വീടുണ്ടെങ്കിൽ ഒരു വീട് നമുക്ക് ദാനമായി കൊടുക്കാം. പക്ഷേ നല്ല മനസ്സും ഹല്ലേലൂയ എല്ലാം നിലനിൽക്കുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ മേലില്ലാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ദൈവം ഒപ്പുവെക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിൽ പറയുകയാണ്, ഹല്ലേലൂയ, അത്യുന്നതന്റെ ശക്തി. വേഗത്തിൽ ഒരു വാക്യം കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. വേഗത്തിൽ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് വരാം. ഞാൻ തന്നെ വായിച്ചു പോകാം. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ, ആമേൻ, ഒരിക്കൽ പത്രോസും യോഹന്നാനും
9-ാം മണി നേരം പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ കണ്ട ഒരു വ്യക്തിയെ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു വ്യക്തി, പ്രൈസ് ദി ലോർഡ്, അവിടെ ഏത് സമയത്താ ചെല്ലുന്നേ? പ്രാർത്ഥനാ സമയത്ത്. ദൈവവൈതലേ, നിങ്ങൾക്കൊരു പ്രാർത്ഥനാ സമയം ഉണ്ടായിരിക്കണം. നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലേ? ഭക്ഷണം കഴിക്കാൻ ഒരു സമയം, ഉറങ്ങാൻ ഒരു സമയം, നമുക്ക് പല സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്ക് പഠിപ്പിക്കാൻ ഒരു സമയം, സകലത്തിനും സഭാപ്രസംഗി പറയുന്നു എല്ലാത്തിനും ഒരു സമയമുണ്ട്. എന്നാൽ ഇവിടെ പറയുകയാണ് പ്രാർത്ഥനയ്ക്കൊരു സമയമുണ്ട്. അവർ ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ, ഹല്ലേലൂയ, പിറവിയിലെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചു തന്നെ കുരുടനായ ഒരു മനുഷ്യനെ ചിലർ അവിടെ ചുമന്നുകൊണ്ടുവന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കണമേ, ഈ ചുമന്നുകൊണ്ട് വരുന്നവർ ഈ സഹോദരന്റെ കഷ്ടത കണ്ടിട്ടല്ല, ഈ സഹോദരന്റെ വേദന കണ്ടിട്ടല്ല, അവർക്ക് അതിനകത്തൊരാദായമുണ്ട്. ചുമന്നുകൊണ്ട് വരുന്നവർക്ക് ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് കൂലി കൊടുത്ത് ചുമന്നുകൊണ്ട് ഇരുത്തുന്നവനെ, ഇരിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഹല്ലേലൂയ നന്മ പ്രാപിക്കാൻ ആഗ്രഹിച്ച് ഒരു പറ്റം ആൾക്കാരെ മുടന്തന്റെ പിറകിൽ നിപ്പുണ്ട് കേട്ടോ. എന്നാൽ ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം 40-ൽ പരം വയസ്സുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഓർത്തു നോക്കി, ഇരിക്കാൻ പ്രായമായ സമയം തുടങ്ങി ഇദ്ദേഹമേ ദൈവത്തിന്റെ ആലയത്തിന്റെ മുൻപിൽ ഇരിക്കുന്നത്. പക്ഷെ ഒരു വ്യക്തി പോലും അദ്ദേഹത്തെ ആലയത്തിനകത്ത് കയറ്റുവാൻ മനസ്സ് വെക്കാതെ കടന്നു പോകുന്നവരെല്ലാം എന്തെങ്കിലും ഒന്ന് ഇട്ടുകൊടുത്ത് കടന്നു പോകുമ്പോൾ, ഇവിടെ പത്രോസും യോഹന്നാനും ആ വഴി കടന്നു പോയപ്പോൾ ഈ സഹോദരൻ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി ആ മനുഷ്യരെ വിട്ടുനോക്കി. എന്നാൽ അവർ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുവാറുണ്ട്. നോക്കിക്കേ, എന്നും കൊണ്ടിരുത്തുന്ന ഒരു വ്യക്തി, സ്തോത്രം, അവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ച് കിട്ടുന്ന നന്മ കൊണ്ട് മറ്റുള്ളവർ ഉപജീവനം കഴിക്കുന്നു. ഇദ്ദേഹത്തെ ഒന്ന് ചികിത്സിക്കുവാനോ, ഇദ്ദേഹത്തെ ഒന്ന് പ്രാർത്ഥിക്കുവാനോ, ഇദ്ദേഹത്തിന്റെ വിഷയമൊന്ന് ഏറ്റെടുക്കുവാനോ ആർക്കും മനസ്സില്ല. ഇന്നും എന്നോട് പലരും ചോദിക്കും, സ്തോത്രം, ഞങ്ങൾക്ക് ഈ പ്രാവശ്യം 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ മാനസിക രോഗികളായിരിക്കുന്ന ഡിപ്രഷൻ, അതുപോലെ പല രീതിയിലുള്ള 4 പേരാണ് വന്നത്. ആ 4 പേരും വിടുതൽ പ്രാപിച്ച് അതിൽ 2 പേരെ ബൈബിൾ കോളേജിൽ, ആലുവ ബൈബിൾ കോളേജിൽ, ഡൂലോസ് ബൈബിൾ കോളേജിൽ അവരോട് പഠിക്കുന്നു. ഒരാള് 1-ാം വർഷം, 2 പേര് 1-ാം വർഷം, 2 പേര് BTH പഠിക്കുന്നു. എന്നോട് എല്ലാവരും ചോദിക്കും, അനിത സിസ്റ്റർ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഏറ്റെടുത്താൽ പോരാട്ടമില്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ബാധിക്കത്തില്ലേ? നിങ്ങളുടെ കുടുംബത്തെ ബാധിക്കത്തില്ലേ? ഇങ്ങനെയുള്ള വിഷയങ്ങൾ എന്തിനാണ് ഏറ്റെടുക്കുന്നത് എന്ന് ചോദിക്കും എന്നോട്. പക്ഷേ എന്നെ ദൈവം വിളിച്ച വിളി എന്തെന്ന് എനിക്കറിയാം. ഈ ഇങ്ങനെ കൊണ്ടുവരുന്ന അമ്മമാരുടെ കണ്ണുനീര്, എന്റെ അമ്മയും എന്റെ അച്ഛനും, ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാ. എന്റെ പിതാവും മാതാവും ഹല്ലേലൂയ അവര് IPC ചർച്ചിലെ ശുശ്രൂഷകരായി. അവരിപ്പോൾ, എന്റെ പിതാവിന് 82 വയസ്സുണ്ട്. 1 വർഷത്തോളമായി അദ്ദേഹം ശുശ്രൂഷയിൽ നിന്ന് വളരെ ശാരീരിക ക്ഷീണങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് ശുശ്രൂഷ ചെയ്യാതെ മാറിയിരിക്കുകയാണ്. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് 16-17 വയസ്സിന്റെ മധ്യയാണ് ഞാൻ യേശുവിനെ സ്വന്തം രക്ഷകനായി പിതാവുമായി സ്വീകരിക്കുന്നത്. എന്റെ പിതാവ് ഒരു പൂജാരിയായിരുന്നു. എന്നാൽ അദ്ദേഹം എന്നേക്കാൾ മുൻപ് വിശ്വാസത്തിൽ വന്നു. അദ്ദേഹം ഹല്ലേലൂയ, ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം ഇതാണ്, സ്തോത്രം, എന്റെ അച്ഛനും അമ്മയും ഞാൻ ക്യാൻസർ വന്ന് കിടന്നപ്പോൾ എനിക്ക് വേണ്ടി 3.5 വർഷം കരഞ്ഞത്, എന്റെ സഭ കരഞ്ഞത്, ഹല്ലേലൂയ, എന്റെ മനസ്സിൽ നല്ല ബോധമുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും 8 മാസത്തെ അവധി പറഞ്ഞ് മരിച്ചു പോകുമെന്ന് പറഞ്ഞ് ഇന്നേക്ക് 34 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പറഞ്ഞു വിട്ട അന്ന് എന്റെ അപ്പനും അമ്മയും വേദനിച്ച വേദന എനിക്കറിയാം. അതുകൊണ്ട് എന്റെ അടുക്കൽ കൊണ്ടുവരുന്ന, ദൈവത്താൽ ഐക്യപ്പെട്ട് കൊണ്ടുവരുന്ന ഏതൊരു പ്രാർത്ഥനാ വിഷയവും ഞാൻ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ദൈവത്തെ ഞാൻ കൂട്ടുപിടിച്ചുകൊണ്ട്, ദൈവത്തെ ഞാൻ കൂട്ടുപിടിക്കുമ്പോൾ ദൈവം എന്നെ ചേർത്ത് പിടിക്കും. ദൈവം എന്നോട് പറയും, ഭയപ്പെടേണ്ട കുഞ്ഞെ, നീ അത് ഏറ്റെടുത്തോ, ഞാൻ നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവശബ്ദം കേട്ടാൽ എനിക്ക് ഉറപ്പാണ്, അവർ ഒരുപക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ മെഡിക്കൽ കോളേജും ഭ്രാന്താശുപത്രിയും എല്ലാം ഉപേക്ഷിച്ച് വിടുന്നവരാ. അവര് നമ്മളെ ഉപദ്രവിക്കാം, അവര് നമ്മെ തല്ലാം, അവര് നമ്മെ ചീത്ത പറയാം. പക്ഷെ അതൊന്നും എന്റെ ചെവിയിൽ ആ സമയത്തില്ല. എന്റെ ചെവിയിൽ ആ സമയത്തുള്ളത്, നയീൻ പട്ടണത്തിലെ വിധവ കരഞ്ഞപ്പോൾ ആ വിധവയുടെ കരച്ചില്, എന്റെ മകൻ, എനിക്ക് അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവനും മരിച്ചു അടക്കപ്പെടുകയാണല്ലോ, ഇനി എന്റെ ജീവിതത്തിൽ ആരാണുള്ളത് എന്ന് പറഞ്ഞ് കരയുന്ന ആ അമ്മയുടെ കരച്ചിൽ എന്റെ ഹൃദയത്തിലേക്ക് വരും. എന്നാൽ സ്തോത്രം, ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ ദൈവത്തോട് കൂട്ടുപിടിച്ച വിഷയങ്ങൾ ഏറ്റെടുത്ത് മണിക്കൂറുകൾ, ദിവസങ്ങൾ 7:25
21/3/7/21. ഇനി ഈ അടുത്ത തിങ്കളാഴ്ച മുതൽ 7 ദിവസം പിന്നെയും ഇരിക്കുകയാണ്. സ്തോത്രം. ഈ 15-നാണ് 40 ദിവസം ഉപവാസം കഴിഞ്ഞത്. ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കണമോ? ഒരു വിഷയം ഏറ്റെടുക്കുവാൻ ദൈവം നിന്റെ കൂടെ പറ്റത്തുണ്ടെങ്കിൽ നീ ഭയപ്പെടരുത്. ദൈവം നിന്റെ കൂടെ നിന്ന് ദൈവം നിന്നെ ജയിപ്പിക്കുന്ന ദൈവമാണ്. Praise the Lord. Sharamana Adarana Sikare Ribalavasham Thuro. ഈ മീറ്റിംഗിനകത്ത് കർത്താവേ, സൗഖ്യമില്ലാതിരിക്കുന്നവരുണ്ടല്ലോ, പൈശാചിക ബന്ധനങ്ങളാൽ കുടുംബങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടല്ലോ, പുറത്തു പോകുവാൻ കഴിയാതെ ഇരുട്ടിനകത്ത് കയറിയിരിക്കുന്നവരുണ്ടല്ലോ, രോഗങ്ങളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരുണ്ടല്ലോ, മരുന്ന് കഴിച്ചു മടുത്ത് അല്ലെങ്കിൽ അതൊരു പിശാച് അതൊരായുധമാക്കി അവരുടെ നന്മ മുഴുവനും ആശുപത്രികളിലേക്കും പല ഡിപ്രഷന് വേണ്ടി മരുന്ന് കഴിക്കുന്ന ചിലരുണ്ടല്ലോ. ഓ റിബലവശംദൂരെ, സമാധാനമില്ലാതെ എന്തു ചെയ്യണമെന്നറിയാതെ എങ്ങനെ വാഗ്ദത്തങ്ങൾ ജീവിതത്തിൽ നടക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ. കർത്താവേ, അവർക്ക് വേണ്ടി ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഈ പത്രോസും യോഹന്നാനും കടന്നു പോകുമ്പോൾ അവര് പറയുന്ന ഒരു പദമുണ്ട്: പൊന്നും വെള്ളിയും ഞങ്ങൾക്ക് തരുവാനില്ല. പൊന്നും വെള്ളിയും ഞങ്ങൾക്ക് തരുവാനില്ല. അവർക്ക് കൊടുക്കുവാൻ ഒന്നുണ്ട്. നസ്രയനായിരിക്കുന്ന യേശുവിന്റെ നാമം. പ്രൈസ് ദി ലോർഡ്. നസ്രയനായിരിക്കുന്ന യേശുവിന്റെ നാമം. ആ നാമത്തിൽ വിടുതലുണ്ട്. ആ നാമത്തിൽ വിടുതലുണ്ട്. ഇവിടെ പത്രോസും യോഹന്നാൻ എന്ന് പറയുന്ന ദൈവപുരുഷന്മാർ ഹല്ലേലൂയ ഈ മകനെ ഒന്ന് ഉറ്റുനോക്കി. ആമേൻ. യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കിയെന്നാണ് 4-ാം വാക്യം. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. ഇന്ന് പകലിൽ ദൈവപുരുഷന്മാരെ, ദൈവദാസന്മാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ വരുന്ന വിഷയങ്ങളെ ഈ പ്രാർത്ഥനയിൽ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉറ്റുനോക്കണം. ഉറ്റുനോക്കുക എന്ന് പറയുന്നത് നമ്മൾ അതിനെ തന്നെ ശ്രദ്ധിക്കുക. യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. തിരുവെടുത്ത് പറയുന്നു. ഇവിടെ പറയുകയാണ്, ശ്രദ്ധിച്ചു നോക്കുവാൻ പറഞ്ഞു. വെള്ളിയും പൊന്നൊന്നും എനിക്ക് തരാനില്ല, ഞങ്ങൾക്ക് തരാനില്ല. നസറനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ സ്തോത്രം, എന്റെ മുൻപിൽ സമയം തീർന്നുകൊണ്ടിരിക്കാം. ഈ കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് ഗോപകുമാർ എന്ന് പറയുന്ന ഒരു സഹോദരൻ ആക്സിഡന്റ് പറ്റി, ആ ബൈക്കിൽ നിന്ന് ആക്സിഡന്റ് പറ്റി, സ്പൈനൽ കോഡ് തളർന്നു പോയി. ഏകദേശം 9 മാസം കോട്ടയം മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് സംസാരിക്കാതെ കൈകൾ തളർന്ന് നടക്കാത്തൊരു മനുഷ്യനെ ഈ 40 ദിവസത്തെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കൂട്ടായ്മയിൽ കൊണ്ടുവന്നു. ഈ 40 അല്ല, അതിനു മുമ്പ് ഞങ്ങളുടെ ചർച്ച തുടങ്ങിയിട്ട് 1 വർഷം തികഞ്ഞത് ജൂൺ 15. ഇതിനു മുൻപ് ആ ചർച്ച തുടങ്ങിയതിന് ശേഷം ഒരു പെട്ടെന്ന് തന്നെ ഒരു ഉപവാസം 40 ദിവസം ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് നേരെ ഞാൻ ഈ വചനം അയച്ച് ഞങ്ങൾ സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ഓ റീമന ശബരമ, ദൈവത്തിന്റെ പരിശുദ്ധം ഞങ്ങളോട് പറഞ്ഞു, ഈ സഭയിൽ ചില തളർന്നവരെ കൊണ്ടുവരുമെന്ന്. ഞങ്ങൾ ആ ദൂത് വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയുമോ, ഞങ്ങൾ ഒരു ദിവസം പ്രാർത്ഥിച്ചു. 26-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. ഒരു വണ്ടി വന്ന് ഞങ്ങളുടെ ആലയത്തിന്റെ ഫ്രണ്ടിൽ നിന്നും ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് വന്നു, ആലയത്തിനകത്തിരുത്തി. ഹല്ലേലൂയ. അദ്ദേഹത്തെ സപ്പോർട്ടില്ലാതെ അദ്ദേഹം ഇരിക്കത്തില്ല. അദ്ദേഹത്തിന് കുട്ടികളില്ല, അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ കൂടെ 5 പേരും കൂടെ വീട്ടിൽ നിന്ന് ഇദ്ദേഹത്തെ ചുമന്നുകൊണ്ട് വന്നവരാ. നിങ്ങൾക്കറിയാമോ, 4-ാം ദിവസം ഉപവാസ ഇദ്ദേഹം വന്നതിന്റെ 4-ാം ദിവസം ഞങ്ങൾ ആരാധന കഴിഞ്ഞ് പ്രാർത്ഥനയിൽ ഇങ്ങനെ ഇരിക്കുക. ഞാൻ അല്പം വെള്ളം കുടിക്കാൻ ചൂടാക്കാനായിട്ട് പാഴ്സനേജിലേക്ക് ആലയത്തിനകത്തുനിന്ന് കയറുമ്പോൾ ഭയങ്കര ഒരു ആരാധനയുടെ ശബ്ദം കേട്ടു. ഞാൻ വെള്ളം തിളപ്പിക്കാൻ എടുത്തു വെച്ച പാത്രം അവിടെ വെച്ചിട്ട് ഞാൻ പാഴ്സനേജിന്റെ അടുക്കളയിലേക്ക് നിന്ന് ഞാൻ ഓടി ഹോളിനകത്തേക്ക് വരുമ്പോൾ ഈ മനുഷ്യൻ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ വചനത്തിന് ജീവനുണ്ടെന്നേ, ഈ വചനത്തിന് ജീവനുണ്ട്. ഞങ്ങൾ അതിന്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. കാരണം ഈ വീഡിയോ എടുക്കുന്നൊക്കെ, ഈ ശുശ്രൂഷയുടെ ഇടയിൽ വീഡിയോ എടുക്കുന്നൊക്കെ ശരിയല്ല. അത് അവിശ്വാസികളായിരിക്കുന്ന ജനം കടന്നു വന്നിട്ടുണ്ടല്ലോ. അതിലെ ഒന്നാമത്തെ, നമ്മളെ പെന്തക്കോസുകാരെ കുറിച്ച് വീഡിയോ വിറ്റ് ജീവിക്കുന്നു, അല്ലെങ്കിൽ പല വിധത്തിലുള്ള സംസാരങ്ങൾക്ക് നമ്മൾ ഇട കൊടുക്കേണ്ട. അതിന്റെ ഒന്നും വീഡിയോ എടുത്തില്ല. നമ്മൾ എടുത്തിരുന്നെങ്കിൽ നിങ്ങളെ എനിക്കിപ്പോ തോന്നുന്നു ഒന്ന് കാണിച്ചു തരാമായിരുന്നു. ആ മനുഷ്യനെ 5 പേര് കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് ആ മനുഷ്യൻ 6-ാമത്തെ ദിവസം ഒരാഴ്ച ഞങ്ങളോട് ചേർന്ന് ചർച്ചിൽ നിന്നിട്ട് അദ്ദേഹം ബസ് കയറി കോതമംഗലത്ത്, ഞങ്ങളുടെ വടാട്ടുപാറയിൽ നിന്ന് ബസ് കയറി, കോതമംഗലത്ത് വന്ന് വേറൊരു ബസ് കയറി ഏറ്റുമാനൂർ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. പ്രൈസ് ദി ലോർഡ്.
ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം വെറുതെ 40 ദിവസം, വെറുതെ 21, വെറുതെ 7, വെറുതെ 3 ഇരുന്ന് എഴുന്നേൽക്കുകയല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള എന്നെ പരിചയപ്പെടുത്തിയ എക്സമോളോട് ചോദിച്ചോ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിന് സാക്ഷിയാണ് കുട്ടി. സ്തോത്രം. ഞാൻ ഓരോ പ്രാർത്ഥനകളിലും ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ ഞാൻ എന്റെ മോളുമായിട്ട് ഷെയർ ചെയ്യും. അതുകൊണ്ട് അത് ഈ വചനം ഇവിടെ വെറുതെ എഴുതി വെച്ചതല്ല. പൊന്നും വെള്ളിയും ഞങ്ങൾക്ക് തരുവാനില്ല, നസറേയനായിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അദ്ദേഹം നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തി ആലയത്തിനകത്തു കയറി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മുടെ സഭയ്ക്കകത്ത് ആളുകൾ കയറണമെങ്കിൽ അത്ഭുതങ്ങൾ ദൈവവചനത്താൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തു ജനിക്കുന്നതിന് 1700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പ്രവചിച്ച പ്രവചനം, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൽ മറിയയുടെ ഉദരത്തിനകത്ത് ഹല്ലേലൂയ ഒരു തലമുറയെ നൽകുമെന്ന് മത്തായി സുവിശേഷം 1:18 പറഞ്ഞ അതേ പ്രവചനം ലൂക്കോസ് സുവിശേഷം 1 വെളിപ്പെട്ടു വരുമ്പോൾ ഹല്ലേലൂയ മറിയ അകത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ വചനം എടുക്കാൻ എനിക്ക് സമയമില്ല. ലൂക്കോസ് 1:1 1-ാം അധ്യായത്തിൽ തന്നെ അത് വ്യക്തമായി കിടപ്പുണ്ട്. സ്തോത്രം. മറിയ അകത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൂതൻ അവളുടെ അടുക്കൽ ഇറങ്ങി വന്നു. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. ദൂത് കേട്ട നീ അകത്തിരിക്ക്, ആലോചന കേട്ട നീ അത് നടക്കുന്നത് വരെ നീ പ്രാർത്ഥന മുറിക്കകത്തിരിക്ക്. നീ പ്രാർത്ഥനയിൽ അതിന്മേൽ ജാഗരിക്ക്, അതിന്മേൽ നീ അത് ജാഗരിക്ക്. യെശയ്യാ 62:7 പറയുന്നു, യെരൂശലേമിൽ നിങ്ങളെ പ്രശംസാ വിഷയമാക്കുവോൾ നിങ്ങളുടെ ദൈവത്തിന് സ്വസ്ഥത കൊടുക്കരുത്. സ്വസ്ഥത കൊടുക്കാതെ ദൈവസ്ഥലം നീ പ്രാർത്ഥിച്ചാൽ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം ചില മിറക്കിൾ ഈ കൂട്ടായ്മയുടെ നടുവിൽ പാസ്റ്റർ റോയിയോട് ദൈവത്തെ പറയുന്നു, ആ ദൈവം ചെയ്യുമെന്നുള്ളത് സത്യമായ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഈ മനുഷ്യനെ, അദ്ദേഹത്തിന്റെ കാലുകളും അദ്ദേഹത്തിന്റെ നരിയാണിയും ഉറച്ചു. നിന്റെ പ്രാർത്ഥനയിൽ ഉറപ്പില്ലാത്ത ബലഹീനരായ ചില മനുഷ്യരെ ഉറപ്പിക്കുന്നതായിരിക്കണം നിങ്ങളുടെ നടപ്പ്. പത്രോസിന്റെയും യോഹന്നാന്റെയും നടപ്പ് എന്തായിരുന്നു? അവരിരുവരും ഐക്യതയോടുകൂടെ, അവർ ഇരുവരും ഒരു മനസ്സോടുകൂടെ പ്രാർത്ഥിച്ചു. പാസ്റ്റർ റോയി ദൈവത്തെ പറയുന്നു, ഈ കൂട്ടായ്മയിൽ ഐക്യത കെടുത്തുന്ന ഒരു ദുരാത്മാവുണ്ട് കേട്ടോ. പ്രാർത്ഥനയിൽ കയറുന്നവരെ, സൂമിൽ കയറുന്നവരെ തമ്മിൽ സംസാരിപ്പിച്ച്, സംസാരങ്ങൾ കൊണ്ടുവന്ന് ഐക്യത കേട് വരുത്തി, ഐക്യത നശിപ്പിച്ച് ഈ മീറ്റിങ്ങിനെ ചിന്ന ഭിന്നമാക്കുവാൻ ചിതറിക്കുന്ന ദുരാത്മാവുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുന്നുണ്ട്. ആ ദുരാത്മ മണ്ഡലത്തെ തിരിച്ചറിഞ്ഞ് അതിന്റെ വേരോടെ അതിനെ പറിച്ചു കളയുവാൻ പ്രാർത്ഥനയുടെ മണ്ഡലത്തിൽ വചനമയച്ചാൽ വിടുതൽ നടക്കും. 45 മിനിറ്റ് മരിച്ച വ്യക്തിയാണ് ഞാൻ. ദൈവത്തിന്റെ വചനമാണ് എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് എന്നെ 8 മാസം കൊണ്ട് മരിക്കുമെന്ന് പറഞ്ഞ് എന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ഒരു മരണ വീട് പോലെ എന്റെ ഭവനം കിടക്കുമ്പോൾ ദൈവത്തിന്റെ വചനം എന്നോട് തന്നെ സംസാരിച്ചു. ഞാനും ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഉള്ളതെല്ലാം വിറ്റു എന്നെ ചികിത്സിച്ചു. എന്റെ 2 പെൺകുഞ്ഞുങ്ങൾ, എന്റെ ഭർത്താവ്, എന്റെ മാതാവ്, പിതാവ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവസഭ, അവരൊക്കെയും മടുത്തിരിക്കുകയാ. എന്നാൽ ദൈവാത്മ പറഞ്ഞു, മടുത്തു പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. ആ ഒരു മടുപ്പിന്റെ അവസ്ഥ വരുമ്പോൾ പകുതി ദിവസങ്ങളിൽ എനിക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല, സുബോധമില്ല, വേദന നിമിത്തം തകർന്ന് കരഞ്ഞ് 2 മാറിടത്തിലും ക്യാൻസർ വന്ന് 2 മാറും പറിച്ചു കീറി കരയുമ്പോൾ 2 പെൺകുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് എഴുന്നേൽക്കുവാൻ പോലും കഴിയാതെ കീമോയുടെ ക്ഷീണം നിമിത്തം ഛർദിയും അതിൻ്റെതായിരിക്കും ക്ഷീണങ്ങളുമായി നിങ്ങൾ ഈ കാണുന്ന മാംസമൊന്നും എനിക്കില്ല, അതെല്ലാം അസ്ഥിയോട് പറ്റിച്ചേർന്ന് ഒരു ഇഞ്ചക്ഷൻ വെക്കുവാൻ പോലും ഈ ശരീരത്തിൽ മാംസമില്ലാതിരിക്കുന്ന, തലയിൽ ഒരൊറ്റ തലമുടി പോലുമില്ല, കീമോ ചെയ്ത് മുടിയെല്ലാം പോയി, എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. സ്തോത്രം. പല രീതിയിലുള്ള ദണ്ഡനം എന്റെ ശരീരത്തിലൂടെ 3.5 വർഷം അനുഭവിക്കുമ്പോൾ എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ സ്തോത്രം ചെയ്യുന്നു, എന്റെ ഹൃദയത്തിൽ ഞാൻ ദൈവത്തോട് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, മതി കർത്താവേ, മതി കർത്താവേ, മതി. എന്റെ ഭർത്താവും കുഞ്ഞുങ്ങളും എന്റെ മാതാപിതാക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവസഭയും മടുത്തു. ഇനി എന്നെ വെച്ച് ശത്രുവിന് വിലപേശാൻ വിട്ടുകൊടുക്കരുതേ. എനിക്ക്
രോഗം വരുമ്പോഴും നന്നായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ചില വിഷയങ്ങളുടെ വിടുതലിലേക്ക് ഒരു ശക്തമായ ശുശ്രൂഷയിൽ നിർത്തണമെങ്കിൽ ദൈവത്തിന് ചില പരിശോധനകളിലൂടെ എന്നെയും എന്റെ ഭർത്താവിനെ കൊണ്ടുപോയേ മതിയാകുമായിരുന്നുള്ളൂ. അങ്ങനെ എന്നെ കൊണ്ടുപോയ ചില നാളുകളായിരുന്നു. എന്നാൽ സ്തോത്രം ചെയ്യുകയാണ്, എന്റെ ശരീരത്തിന്റെ ശക്തി നഷ്ടപ്പെട്ട് യോബ് പറയുന്നത് പോലെ എല്ലാ ശക്തിയെല്ലാം ഒട്ടുകഷ്ണം പോലെ നഷ്ടപ്പെട്ടിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ ദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീട്ടിൽ ഉപവാസ പ്രാർത്ഥന കൂടെ വെക്കുന്നു. ഓരോ കീമോ കഴിഞ്ഞ് 15 ദിവസം എന്റെ വീട്ടിൽ ഉപവാസവും പ്രാർത്ഥനയാണ്. ഒരു കീമോ കഴിഞ്ഞാൽ അടുത്തത് 15 ദിവസം കഴിയുമ്പോൾ അടുത്ത കീമോ. ആ 15 ദിവസത്തിനുള്ളിൽ എന്റെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന വെക്കും. അനേകര് കടന്നു വന്ന് പ്രാർത്ഥിക്കും. പല അഭിഷിക്തന്മാര് കടന്നു വന്ന് പറഞ്ഞു, അനിത മരിച്ചു പോകും, ഇനിയൊരു ജീവിതമില്ല, നല്ലൊരു മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം തന്നെ അവർക്ക് കൊടുത്ത അരുളപ്പാടായിരുന്നു. എന്നാൽ യെശയ്യാ 38 ഒരു വാഗ്ദത്തം എന്റെ മേൽ നിറവേറ്റുന്നതായിട്ടുണ്ടായിരുന്നു. ഹിസ്കിയാവിനോട് മരിക്കുമെന്ന് പ്രവാചകൻ വന്ന് ദൂത് പറഞ്ഞു. പടിപ്പുര കഴിയുന്നതിന് മുന്നമേ ആ ദൂത് തിരിച്ചെടുത്ത് ആ മുഖം ചുവരോട് ചേർത്ത് വെച്ച് കരയുവാൻ എന്റെ ഭർത്താവിനോട് ദൈവം സംസാരിച്ചു. അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഒരു പിന്മാറ്റക്കാരനായിരുന്നു. എന്നാൽ അദ്ദേഹം മുഖം ചുവരോട് ചേർത്ത് വെച്ച് കരയുന്ന മണ്ഡലത്തിൽ സ്വർഗത്തിലെ ദൈവം എബ്രായ ലേഖനം 4:12 ദൈവവചനം അയച്ചെന്നെ സൗഖ്യമാക്കി. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയത്, പ്രാണനേക്കാളും ആത്മാവിനെ സന്ധിവച്ചുകളെ വേർപിടിവിക്കുമെന്ന് ഉളച്ചു ചെല്ലുന്ന വചനത്തിന്റെ ശക്തി എന്നെ സൗഖ്യമുള്ളവളായി 34ാമത്തെ വർഷത്തിലും നിങ്ങളോടും സുവിശേഷീകരിക്കുവാൻ, സുവിശേഷം സത്വർത്തമാനം പറയുവാൻ എന്റെ ദൈവം എനിക്ക് ആയുസ്സിനെ തന്നതിനായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുവെടുത്ത് പറയുന്നു, വചനം വിശ്വസിക്കുന്നവൻ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. കഷ്ടങ്ങളില്ലാത്തത് കൊണ്ടല്ല, വേദനകൾ ഇല്ലാത്തത് കൊണ്ടല്ല, പരിശോധനകൾ ഇല്ലാത്തത് കൊണ്ടല്ല, ഒറ്റപ്പെടലുകൾ ഇല്ലാത്തത് കൊണ്ടല്ല, നന്മ ചെയ്തിട്ട് അനുഭവിക്കുന്ന വേദനകൾ അത് വർണ്ണിക്കുവാൻ പറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ. നാം നന്മ ചെയ്തിട്ട് അനുഭവിക്കുന്ന തകർച്ചകൾ, വേദനകൾ, കുത്തുവാക്കുകൾ, ഇതൊന്നും എന്നെ ഇന്നുവരെയും പുറകോട്ട് വിട്ടില്ല. എന്റെ ഭർത്താവ് വിശ്രമിക്കുവാൻ ദൈവസന്നിധിയിൽ പോയിട്ട് 8 വർഷമായി. എന്നാൽ ഞാൻ ചെയ്യുന്ന ശുശ്രൂഷയിൽ ഒരു പടി പോലും ഞാൻ പിറകോട്ട് പോയിട്ടില്ലെന്ന് എനിക്ക് എന്റെ ഹൃദയത്തോട് പറയുവാൻ കഴിയും. കാരണം എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വിളിച്ചത് എന്റെ ഭർത്താവല്ല, എന്റെ മക്കളല്ല. വിളിച്ചവന്റെ വേല വിശ്വസ്തയോടെ അന്ത്യത്തോളം ചെയ്യണമെന്നുള്ള ഉത്തരവാദിത്വം എന്റെ ദൈവം എനിക്ക് തന്ന സൗഖ്യത്തോടുള്ള വിശ്വസ്തത നിമിത്തം ഇന്നും കാത്തു സൂക്ഷിക്കുവാൻ എന്റെ ദൈവം എന്നെ സഹായിക്കുന്നു. ദൈവ പൈതലേ, ചില വിഷയങ്ങളൊന്ന് ഏറ്റെടുക്കാമോ? വിഷയത്തെ ഉറ്റുനോക്കാമോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സഭ നിറയാൻ പോകുകയാ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന് ഉത്തരം വെളിപ്പെടാൻ പോകുകയാ. ഇവിടെ പറയുന്നു, ആ മനുഷ്യൻ തുള്ളിയും ചാടിയും ദൈവത്തിന്റെ ആലയത്തിനകത്തു കടന്നു. ഹല്ലേലൂയ. അവിടെ ഇരുന്നവർ അവനെ കണ്ടവർ ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷയാചിച്ചു കൊണ്ട് ഇരുന്നവൻ എന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതൊക്കെയും കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞു. ഇന്ന് പകലിൽ ഈ 9ാം ദിവസം നിങ്ങൾ 40 ദിവസം വെറുതെ ഇരുന്ന് എഴുന്നേൽക്കരുത് കേട്ടോ. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ വീടിനകത്തെങ്കിലും ഒരു വിടുതൽ നടക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ അതിരൊന്ന് വിസ്താരമാകണം. വ്യക്തിപരമായി ദൂത് പറയുവാൻ എന്റെ മുൻപിൽ സമയമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ ഒരു കാര്യം പറയാം. നിങ്ങളുടെ 1 ദിനവൃത്താന്തം 4:9-10 ഈ ദൂത് കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാ പറയുകയാണ്, എബ്ബേസ് പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ അതിര് ദൈവം വിസ്താരമാക്കും. ചില അനർത്ഥങ്ങൾ ഈ സൂമിൽ കയറിയിരിക്കുന്ന ചിലരുടെ കുടുംബങ്ങളിൽ നിന്ന് ചില അനർത്ഥങ്ങൾ ദൈവം വ്യസന കാരണമായി തീരാതെ വണ്ണം ദൈവം ചിലതിനെ മാറ്റുന്നത് ഞാൻ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ചില രോഗികൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെ കർത്താവ് സന്ദർശിക്കുന്നു. ഉടമനവശംധരെ ചില വാഹന അപകടങ്ങളിൽ ശത്രു അകപ്പെടുത്തുവാൻ ചിലരെ കെണിയൊരുക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പറ, എന്റെ ശത്രുവായവളെ നീ എന്നെ ചൊല്ലി സങ്കോചിക്കരുത്. ഞാൻ വീണ്ടുമെങ്കിലും വീണ്ടും എഴുന്നേൽക്കും. ഞാനോ യഹോവയിലേക്ക് നോക്കും. ഈ 40 ദിവസത്തെ പ്രാർത്ഥനയിൽ യഹോവയിലേക്ക് നോക്കുന്ന ദൈവത്തിന്റെ പൈതങ്ങളെ, നിങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ കല്ലർ ഇവിടെ പറയുകയാണ്, ആമേൻ, നസറേനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ദൈവ കുഞ്ഞുങ്ങളെ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരു പ്രതികൂലത്തിനും എന്റെ ജീവിത അനുഭവത്തിൽ സ്തോത്രം എനിക്ക് പറയുവാൻ കഴിയും. പലരും ചോദിക്കും, ഭർത്താവില്ലാതെ കർത്താവിന്റെ വേല ചെയ്യാൻ എവിടെയാ പ്രമാണം?
സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കുക. ഇതൊക്കെ പറയാൻ ഒത്തിരി പേരുണ്ട് കേട്ടോ. എന്നാൽ ഒരു സ്ത്രീയിൽ കൂടിയാണ് ദൈവം ശുശ്രൂഷയ്ക്കായിട്ട് ആഹ്വാനം ചെയ്തത്. പക്ഷേ നമ്മുടെ നടത്തുന്ന ദൈവദാസന്മാരെ, നമ്മുടെ ഭർത്താക്കന്മാരെ, നമ്മുടെ ആൺമക്കളെ, സഭയിലെ മൂപ്പന്മാരെ, സഭയിലെ സഹോദരന്മാർക്ക് കീഴ്പ്പെട്ടുകൊണ്ടിരുന്നു കൊണ്ടായിരിക്കണം നമ്മുടെ ശുശ്രൂഷകളും നമ്മുടെ ജീവിതവും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ കുറിച്ച് പറയുമായിരുന്നു, എൻ്റെ ഭാര്യ അവൾ ഭാഗ്യവതിയാ, എൻ്റെ ഭാര്യ അവൾ മാതൃകയുള്ളവളാണ്. എൻ്റെ മക്കളോട് എൻ്റെ ഭർത്താവ് പറയുമായിരുന്നു, അമ്മയെ കണ്ട് പഠിക്കണം. എല്ലാ കാര്യങ്ങളിലും ഒരു സ്ത്രീ മാത്രമായിട്ട് ഒതുങ്ങരുത്, അടുക്കളയിൽ മാത്രമായിട്ട് ഒതുങ്ങരുത്. നമുക്ക് എപ്പോഴും ചെയ്യാവുന്ന ഒന്നാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിൽ നീ ഹല്ലേലൂയ ഒന്ന് എഴുന്നേറ്റാൽ, ഇവിടെ നാം വചനം വായിച്ചു ഞാൻ ഇരിക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. അവൻ സ്തോത്രം കുതിച്ചെഴുന്നേറ്റു എന്നാണ് അവിടെ 7-ാം വാക്യത്തിൽ പറയുന്നത്. അവനെ വലം കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു, അവൻ ക്ഷണത്തിൽ കുതിച്ചെഴുന്നേറ്റു. ഇന്ന് പകലിൽ നമുക്ക് നമ്മുടെ വലം കൈ കൊണ്ട് ഒരാളെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ മനസ്സുണ്ടോ? വീണ് കിടക്കുന്നവരെ ഒന്ന് കുതിച്ചെഴുന്നേൽപ്പിച്ചു, അവന്റെ കൈ പിടിച്ചു. കരം പിടിക്കാമോ? വീണ് കിടക്കുന്നവരെ ഒന്ന് എഴുന്നേൽപ്പിക്കാമോ? സാമ്പത്തികമായി എഴുന്നേൽപ്പിക്കാമോ? വാക്കുകൊണ്ട് എഴുന്നേൽപ്പിക്കാമോ? നമുക്ക് എന്തെല്ലാം ഉണ്ട്. വീണ് കിടക്കുന്ന ഏതൊരു വ്യക്തി എങ്ങനെയാണ് കിടക്കുന്നത്? അവരെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ ദൈവമക്കളെ നമ്മുടെ കൈകൾക്ക് ബലമുണ്ടാകട്ടെ. അങ്ങനെയാണെങ്കിൽ നാം വായിച്ച കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ്, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം നൽകുന്നു. എന്നാൽ യൗവനക്കാരിടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കേട്ടോ, യേശു വരാറായി. ഞാനൊരു കാര്യം പറയാം. 40 ദിവസത്തെ പ്രാർത്ഥനയൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ കർത്താവ് വന്നാൽ പോകാൻ ഒരുങ്ങിയിരുന്നു. 40 ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞാണോ കർത്താവ് വരുന്നെങ്കിൽ ഓക്കെ. എന്നാൽ ഓരോ ദിവസവും ഞാൻ എൻ്റെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഒന്നും പ്രാർത്ഥിച്ചില്ല, ഞാൻ ഇത് പ്രാർത്ഥിക്കും. കർത്താവേ, ഇന്ന് അങ്ങയുടെ വരവാണോ എൻ്റെ മരണമാണോ എന്ന് ഞാൻ അറിയുന്നില്ല. കർത്താവെ, അങ്ങ് വന്നാൽ എനിക്ക് അങ്ങയോട് കൂടെ പോകുവാൻ എന്നെ ഒരുക്കണമേ. അല്ല എങ്കിൽ അങ്ങയുടെ വരവരെയും ഒരു വിധവയായിരിക്കുന്ന ഞാൻ എൻ്റെ ജീവിതത്തെ വിശുദ്ധിയോടെ സൂക്ഷിച്ച്, എനിക്ക് 5 കൊച്ചുമക്കളുണ്ട്, അവർക്ക് നല്ലൊരു അമ്മയായി, എനിക്ക് സഭയിൽ എൻ്റെ മക്കളും കൊച്ചുമക്കളും ഹല്ലേലൂയ, ഞങ്ങളുടെ സൺഡേയിൽ 10, 30, 36 പേരോളം ഞങ്ങൾ ആരാധിക്കുന്ന ഒരു സഭയുടെ ആത്മീയ മാതാവാണ് ഞാൻ. സ്തോത്രം. ആ ഒരു പക്വതയിലും പരിജ്ഞാനത്തിലും ദൈവകൃപയിൽ എന്നെ സൂക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസിയ. പകൽ ഈ സമയത്തിന്റെ കുറവിനകത്ത് നിന്നുകൊണ്ട് ഞാൻ എനിക്ക് തന്ന ദൈവം ഏൽപ്പിച്ച വചനത്തിൽ നിന്ന് ഇരിക്കുകയാണ്. സ്തോത്രം. റോമാലേഖനം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു. അത് വായിച്ച് ഞാൻ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നിങ്ങൾക്ക് ഈ 9-ാം ദിവസം ഈ വചനം ഒരു അനുഗ്രഹമായി തീരട്ടെ. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. ഇനി നമുക്ക് പ്രതികൂലങ്ങൾ അധികം വരുന്നു, പ്രതിസന്ധികൾ അധികം വരുന്നു, ഭവനത്തിനകത്ത് പ്രശ്നങ്ങൾ വരുന്നു, സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ വരുന്നു, സമൂഹത്തിൽ പ്രശ്നങ്ങൾ വരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലയത്തിൽ വന്ന് പ്രതികൂലങ്ങൾ ഉണ്ടാക്കുന്നു. അറിയാമല്ലോ, നിങ്ങൾ എല്ലാവരും കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവമക്കളെ, ഈ അബ്രഹാമിനെ പോലെ സാറായിയെ പോലെ അവിശ്വാസത്തിൽ വന്ന് സംശയിക്കുവാൻ ഇടവരാതെ അവര് നിർജീവത്തെ, അവരുടെ ശരീരത്തിന്റെ, അവരുടെ പ്രാർത്ഥന വിഷയത്തിന്റെ നിർജീവ അവസ്ഥ അവര് തിരിച്ചറിഞ്ഞിട്ടും വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ അവൻ ശക്തനായ ദൈവമെന്ന് അവർ ഉറച്ചു. നമുക്ക് പ്രാർത്ഥിക്കുവാനായി തലകളെ വണക്കാം.